എടി മോളെ ഭൂമിയേ ഓ വരുന്നു. എടി ദീപാവലിയായിട്ട് നിങ്ങൾ അകത്തിരുന്ന് എന്തെടുക്കുക? അത് കൊള്ളാം. ദീപാവലിയാന്ന് പറഞ്ഞ് മുറ്റത്തിറങ്ങി തലയും കുത്തി നിൽക്കാൻ പറ്റുമോ? നീ എന്തേലും ചെയ്യ. ഞാൻ എന്റെ മോളോടാ ചോദിച്ചത്. മോളെ നമുക്കിന്ന് പടക്കം പൊട്ടിക്കട്ടായോ? ആനമയക്കി, ഗുണ്ട്, ഗർഭം കലക്കി, അങ്ങനെ എത്രയിനം പടക്കങ്ങൾ ഉണ്ടെന്നറിയാവോ? അച്ഛാ ദേ ഇതൊക്കെ കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുക. നമുക്ക് വല്ല പൂത്തിരിയോ കമ്പിത്തിരിയോ മത്താപ്പോ ഒക്കെ പൊട്ടിച്ചാ പോരെ? എടി അതെനിക്ക് അറിഞ്ഞുകൂടായോ? മോൾ ഈ പറഞ്ഞ ഐറ്റംസ് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. നോക്കാം. അപ്പൊ ആഘോഷം തുടങ്ങി. നമുക്കും തുടങ്ങിയാലോ? അല്ല അഞ്ജനെ, ഭവാനി എവിടെ? ഇപ്പൊ വരും മുത്തശ്ശി. മോളെ, അമ്മയ്ക്ക് സന്തോഷമായി. നല്ലൊരു ദിവസമായിട്ട് നിന്റെ മനസ്സൊന്ന് മാറിയല്ലോ. അമ്മേ, നമുക്ക് വിളക്കൊളുത്താം. മോളെ, വാങ്ങിച്ച് കത്തിക്ക്. കത്തിക്ക് മോളെ. ഭവാനി വാ.
എന്നാ നമുക്കിനി ആഘോഷം തുടങ്ങാം. ഒരുപാട് ഐറ്റംസ് പൊട്ടിക്കാനുള്ളതാ. ആഹാ എങ്കിൽ പിന്നെ എല്ലാരും വാ പോ. ശരി അല്ലേ, വാ സംഗീത. അമ്മ ആള് കൊള്ളാലോ. രാവിലെ വലിയ ഷോ ഒക്കെ കാണിച്ചിട്ട് വല്യച്ഛൻ വാങ്ങി തന്ന ഈ സാരി തന്നെ ഉടുത്ത് വന്നല്ലേ. നിനക്കറിയില്ല മോളെ ഈ ഭവാനിയെ. നിനക്കെന്നല്ല, ഈ വീട്ടിലോ ഈ ഭൂമിയിലോ ആർക്കും അറിയില്ല ഭവാനിയെ. എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ആരായാലും കത്തിക്കും ഞാൻ. വിളിച്ച കം ജോയിൻ us. വിളിച്ചൻ ഇങ്ങനെ മാറി നിക്കല്ലേ. വിളിച്ചന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഞാനില്ല മോളെ. ഇപ്പൊ വിളിച്ചന്റെ മോള് ഞാനല്ലേ. വന്നേ, നമുക്കിതൊക്കെ കത്തിക്കാം. മോള് നേരത്തെ എഴുന്നേറ്റോ? ആ കാപ്പി വേണമെങ്കിലേ ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത്ര രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്യണമായിരുന്നോ? ഞാൻ അടിച്ചു വരില്ലായിരുന്നോ? ഇനി തന്നെ ഞാൻ ഏയ് വേണ്ട ചേച്ചി. ഷോ, എന്നാൽ ഇത്ര രാവിലെ മോൾ എഴുന്നേക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ലക്ഷ്മി ചേച്ചിക്ക് അറിയാലോ, അച്ഛനുള്ളപ്പോഴേ ഇങ്ങനെയാ. 5 മണിക്ക് എഴുന്നേക്കും. അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യും. ഓടാൻ പോവും, ഡാൻസിന് പോവും. അച്ഛൻ എല്ലാത്തിനും കൂടെ നിൽക്കും. ആ ശീലം കൊണ്ടാവും 5 മണിക്ക് ഉണർന്നു. പക്ഷെ ഇപ്പൊ അച്ഛനില്ലല്ലോ ഒന്നിനും കൂട്ടുവരാൻ. അമ്മയും മോള് വിഷമിക്കല്ലേ? വിഷമോ? ഇനി എന്ത് വിഷമം? അതിനൊക്കെയുള്ള എന്റെ മനസ്സുമായിട്ടാ അച്ഛൻ പോയത്. പിന്നെ അമ്മ, അതെനിക്കൊരു വിഷയമല്ല, ഒരുതരം മരവിപ്പാ. അത് മാറാൻ എന്ത് ചെയ്യണമെന്ന് മാത്രം ഇനി എന്റെ മനസ്സിൽ. ഇതൊക്കെ മാറി ഞാൻ ഭൂമിയാകണമെങ്കിൽ ചിലപ്പോ ഭൂമിയോളം താഴേണ്ടി വരും.
ചേച്ചി അകത്തേക്ക് ചെല്ല. ഹാ, നീയായിരുന്നു. ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. എന്തിന്? അച്ഛനെ അച്ഛാന്നും വിളിച്ച് അവകാശത്തോടെ ഈ മുറിയിലേക്ക് കയറി വരാൻ ഈ ഭൂമിയിൽ ഞാൻ മാത്രല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാ പേടിച്ചത്? നോക്കിക്കേ. ഇതെന്താ പരസ്പരം നോക്കി കഥകളി കാണിക്കുന്നോ? ആ, അതൊക്കെ പിന്നെ. ഇപ്പൊ ഞാൻ അച്ഛനൊരു സർപ്രൈസ് തരാൻ വന്നതാ. എന്ത് സർപ്രൈസ്? നീ അത് പറഞ്ഞില്ല എന്താന്ന്? അയ്യോ, എന്റെ അച്ഛ പറയാതെ ചെയ്യുന്നതല്ലേ സർപ്രൈസ്. കണ്ണടച്ചിട്ടെ ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. എടി കടിക്കുന്ന വല്ല സാധനമാണോ മോളെ? നിങ്ങൾ മോള് പറയണത് അനുസരിക്കും മനുഷ്യ. എന്റെ അച്ഛ പറയാതെ ചെയ്യുന്നതല്ലേ സർപ്രൈസ്. കണ്ണടച്ചിട്ടെ ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. എടി കടിക്കുന്ന വല്ല സാധനമാണോ മോളെ? നിങ്ങൾ മോള് പറയണത് അനുസരിക്കും മനുഷ്യ. ഇനി കണ്ണൂർ നോക്ക്. ഇതെന്താടി മോളെ, ഫോണോ? എനിക്കൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ, പിന്നെന്തിനാ മോളെ വെറുതെ കാശ് കളഞ്ഞേ? അയ്യോ, ജാമ്പവാന്റെ കാലത്തെയാ അച്ഛന്റെ ആ പഴയ കീപാഡ് ഫോൺ. ഇനി മുതല് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാ മതി. അല്ല, എനിക്കല്ലേലും ഇത് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. ഓക്കെ, ഞാൻ പഠിപ്പിച്ചു തരാം. നോക്കിക്കോ, ഒരാഴ്ച കൊണ്ട് എല്ലാം പഠിച്ചെടുത്ത് അച്ഛൻ സോഷ്യൽ മീഡിയയിൽ കയറി ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കും. ഷുവർ. നീ എന്റെ ജീവിതം തകർക്കാൻ വേണ്ടിട്ടാണ് ഈ കുന്ത്രാണ്ടൊക്കെ മേടിച്ചു കൊടുത്തേക്കണേ. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എന്റെ അച്ഛൻ പാവല്ലേ. ഇത് വല്ല ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊക്കെ പഠിക്കട്ടെ എന്ന് കരുതിയല്ലേ ഇത് വാങ്ങിച്ചത്. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്ന ആ ബുക്കില്ലയോ, ആ ബുക്ക് എന്നെ ഒന്ന് പഠിപ്പിച്ചാ മോളെ. കൊള്ളാലോ, ഞാൻ പഠിപ്പിച്ചുതരാം. ഞാൻ പഠിപ്പിച്ചുതരാം.
ചേച്ചി മോളെ ചേച്ചി ദേ അച്ഛന്റെ ഫോൺ കിട്ടി. അവിടെ മണ്ണിൽ വീണ് കിടക്കുകയായിരുന്നു. ഭാഗ്യം. മോള് ഫോൺ കാണാതെ പോയെന്ന് പറഞ്ഞപ്പോ മുതല് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു അത് കിട്ടണേന്ന്. അച്ഛന്റെ ഒരുപാട് ഓർമ്മകള് ഇതിലില്ലേ ലക്ഷ്മി ചേച്ചി? ഇത് തിരിച്ചു കിട്ടിയപ്പോ എന്തോ ഒരു ധൈര്യം. ആ ചേച്ചി, കടയിലേക്ക് ഞാനും വരുന്നുണ്ട്. അതേതായാലും നന്നായി. ഇവിടെ ഇരുന്ന ജീവിതം മുരടിച്ചു പോകത്തേ ഉള്ളൂ. എന്റെ അമ്മ അവിടെ ചെയ്യാത്ത തെറ്റിന് ഉരുകി കിടക്കുകയല്ലേ. രക്ഷിക്കാൻ ഞാൻ മാത്രല്ലേ ഉള്ളൂ. അതാ വരാമെന്ന് തീരുമാനിച്ചത്. അത് നന്നായി മോളെ. ഞാൻ ഈ ഫോണൊന്ന് കുത്തിയിടട്ടെ. ആ എന്താ മോളെ പതിവില്ലാതെ അടുക്കളയിലേക്ക്? ഏയ് ഒന്നുമില്ല അപ്പച്ചി. അതല്ല, എന്തോ ഉണ്ടല്ലോ. എന്തായാലും മോള് കാര്യം പറയേ. അപ്പച്ചി, ഇവിടെ എല്ലാരും കൂടെ എടുത്ത തീരുമാനമല്ലേ എന്റെ അജയുടെയും വിവാഹം. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലൊരു താല്പര്യം അജയ് എന്നോട് കാണിക്കുന്നില്ല. എന്നോടൊപ്പം ഒന്ന് പുറത്തേക്ക് വരാനോ കുറച്ച് സമയം സംസാരിക്കാനോ ഒന്നും അജയ്ക്ക് ഒരു താല്പര്യവും. എന്നോട് എപ്പോഴും ദേഷ്യം, എന്നെ ഇഷ്ടമല്ലാത്ത പോലെ. അങ്ങനെയൊന്നും ഇല്ല മോളെ. മോളെ അവന് ഇഷ്ടാ. പിന്നെ അവന്റെ ജോലിയും ജോലിത്തിരക്കും ഒക്കെ മോൾക്ക് അറിയാവുന്നതല്ലേ. ഒരു പോലീസുകാരനല്ലേ, ആ സ്വഭാവം കുറച്ചെങ്കിലും കാണിക്കാതിരിക്കുവോ? അവന്റെ സ്നേഹമൊക്കെ മനസ്സിലായിരിക്കും. മോളത് പുറത്തേക്ക് കൊണ്ടുവന്നാ മതി. പിന്നെ അവ മോള് വിചാരിക്കുന്നത് പോലെ മോളോട് പെരുമാറിക്കോളും. അതിന് എന്തെങ്കിലും വഴി അപ്പച്ചിക്ക് അറിയോ? എന്റെ ഐഡിയ ഒക്കെ തീർന്നു. എന്റെ കയ്യിലൊരു വഴിയുണ്ട്. അതാ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നെ. മനസ്സിലായില്ലല്ലേ? ഇല്ല. സ്വാദിഷ്ടമായ ഇഷ്ടവിഭവം ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ഈ കറിക്ക് അറിയുന്നതേ മാധവേട്ടനൊരു അവിയൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാ. ഇവിടെ ഏത് ജോലിക്കാരി വന്നാലും മാധവേട്ടന് അവിയൽ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ അജയ്ക്ക് ഇഷ്ടമുള്ളത് മോൾ ഉണ്ടാക്കി കൊടുത്താ അതുവഴി മോൾ ആഗ്രഹിക്കുന്നത് പോലെ അവന്റെ മനസ്സിലേക്ക് കയറാനുള്ള ആദ്യത്തെ വാതിൽ തുറന്നു കിട്ടിയാലോ? ഇനി വേണമെങ്കിൽ അവന് ഇഷ്ടമുള്ളൊരു ഡിഷ് ഏതാന്നും അതുണ്ടാക്കാനും മോക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഏയ് അതൊന്നും വേണ്ട. എനിക്കൊരു വെറൈറ്റി ഐറ്റം അറിയാം. അത് നല്ല ടേസ്റ്റാ. അജയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ആണോ? അത്രയ്ക്ക് സൂപ്പറാ. അപ്പച്ചി ഒരു കാര്യം ചെയ്തു തരണേ. എന്താ? എത്രയും പെട്ടെന്ന് അങ്കിളിനുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ട് ഈ കിച്ചൺ എനിക്ക് മാത്രമായിട്ട് ഒന്ന് ഒഴിഞ്ഞു തരുമോ? അതിനെന്താ, ഞാനിത് ഇപ്പൊ തന്നെ ചെയ്തു തീർക്കാം. അച്ഛാ, ഞാൻ ഇറങ്ങുക. അമ്മ ഇറക്കിക്കൊണ്ടുവരാൻ. എന്നെ അനുഗ്രഹിക്കണം.
അച്ഛൻ ഓർക്കില്ലേ? പോയിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ. അതിനു മുൻപ് ഞാൻ ഇറങ്ങി കടയിലേക്ക് പോകുന്നു. ഇത്രയൊക്കെ സങ്കടമേ മോൾക്കുള്ളോ എന്ന്. അങ്ങനെ ഒന്നും ഓർക്കില്ല. മരിച്ചു പോർക്ക് ജീവിച്ചിരിക്കുന്നവരെ പോലെ കണ്ണിൽ കാണുന്ന കാഴ്ച മാത്രമല്ല, എല്ലാം കാണാം, എല്ലാം അറിയാം. മോള് പറയാതെ തന്നെ അച്ഛനെല്ലാം മനസ്സിലാവും. അയ്യോ, അച്ഛന്റെ ഫോൺ അത് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കായിരുന്നു. ഇപ്പൊ ഓണായി കാണും. നോക്കട്ടെ. സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് ലാബ് റിപ്പോർട്ടും എനിക്കൊന്ന് വായിക്കാൻ തരുമോ? ഇല്ല. വെറുതെ ഒന്ന് നോക്കാൻ. ഒരു പ്രാവശ്യം നോ പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ചോദിക്കരുത്. ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തരാൻ പറ്റില്ലെന്ന് ഞാൻ തന്നോട് പറഞ്ഞല്ലേ? സാറിന്റെ അച്ഛൻ മാധവൻ സാറ് കൊല ചെയ്യപ്പെടുകയും കൊലപാതകയുടെ സ്ഥാനത്ത് സാറിന്റെ അമ്മ എത്തുകയും ചെയ്ത അപ്പോ സാറിന് എന്റെ മനസ്സ് കാണാൻ കഴിയും. എന്റെ അമ്മയെ രക്ഷിക്കാൻ ഏതറ്റം വരെയും എനിക്ക് പോയേ മതിയാവും.